St. Mary's Syro Malabar, Orlando, Florida, offers their perspective on the omens of the end times. Perusia, Randam Varavu. Direction and lyrics, Paulos Kuiladan. Enjoy. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുൻപ് ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോക ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാനസാന്തരത്തിനായി ആ തിരുവചനങ്ങൾ ഞങ്ങൾ അരങ്ങിൽ ആവിഷ്കരിക്കുന്നു. സെന്റ് മേരീസ് ചർച്ച് ഒർലാൻഡോ, ഫ്ലോറിഡ അവതരിപ്പിക്കുന്നു പെറൗസിയ, രണ്ടാം വരവ്. നിന്നെ എനിക്ക് വേണം, നിന്നെ ഞങ്ങൾക്കു വേണം, നിന്നെ ഈ നാടിനു വേണം, നിന്നെ ഈ ലോകത്തിനു വേണം. നിന്നെ എനിക്ക് വേണം, നിന്നെ ഞങ്ങൾക്കു വേണം, നിന്നെ ഈ നാടിനു വേണം, നിന്നെ ഈ ലോകത്തിനു വേണം. തലച്ചോറുകൾ ചിതറാതെ, പതറാതെ, ഇടറാതെ, എല്ലാം നൽകിയ ജീവിതം അറിയാതെ എന്തിനു ഓടി മറയുന്നു, എന്തിനു മരണകയത്തിലേക്ക് ഓടിയെടുക്കുന്നു. നിന്നെ എനിക്ക് വേണം, നിന്നെ ഞങ്ങൾക്കു വേണം, നിന്നെ ഈ നാടിനു വേണം, നിന്നെ ഈ ലോകത്തിനു വേണം. മനുഷ്യനായി മാറാൻ നീ എന്തു ചെയ്യണം? സ്നേഹമുള്ളവനായി മാറാൻ നീ എന്തു ചെയ്യണം? മനുഷ്യനായി മാറാൻ നീ എന്തു ചെയ്യണം? സ്നേഹമുള്ളവനായി മാറാൻ നീ എന്തു ചെയ്യണം? കുടുംബ സ്നേഹിയായി മാറാൻ നീ എന്തു ചെയ്യണം? മഹത്തരമായൊരു ജീവിതമേകാൻ നീ എന്തു ചെയ്യണം? മരണം ഒരു സത്യമാണെങ്കിലും വീടിന്റെ തിരുമുറ്റത്തൊരു മരണം കണ്ടൽ എന്തിനു നീ അത് ചോദിച്ചു വാങ്ങണം? എന്തിനു നീ അത് ചോദിച്ചു വാങ്ങണം? ദുഃഖങ്ങൾ എങ്ങനെ പങ്കുവയ്ക്കും? സ്വപ്നങ്ങൾ എങ്ങനെ പങ്കുവയ്ക്കും? നീ നിന്നെ തിരിച്ചറിയുക, നീ ആരാണെന്ന് ഒരു തിരിച്ചറിവ് നിനക്കു നാളെ ലോക നന്മകൾ ഏകിടും. നിനക്കു നാളെ ലോക നന്മകൾ ഏകിടും. നിന്നെ എനിക്ക് വേണം, നിന്നെ ഞങ്ങൾക്കു വേണം, നിന്നെ ഈ നാടിനു വേണം, നിന്നെ ഈ ലോകത്തിനു വേണം. മൂന്നാം ലോക മഹായുദ്ധം. ലോകരാജ്യങ്ങൾ രണ്ടു പക്ഷമായി തിരിഞ്ഞ് പരസ്പരം യുദ്ധം ചെയ്യുകയാണ്. വ്യോമസേനകളും കരസേനകളും നാവികസേനകളും ജനകോടികളെ കൊന്നൊടുക്കുന്നു. യേശയ്യ പ്രവാചകൻ പറഞ്ഞതുപോലെ ജനം ജനത്തിനെതിരെയും രാജ്യം രാജ്യത്തിനെതിരെയും തിരിഞ്ഞു.
കാലത്ത് അവസാനിച്ചത് ഭൂമിയല്ല, ദൈവത്തിനെതിരെ പാപം ചെയ്ത ജനതകളാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, നോഹയെയും കുടുംബത്തെയും ദൈവം സംരക്ഷിച്ചതുപോലെ നീതിമാന്മാരെയും സംരക്ഷിക്കും. ഇല്ല, എന്നെ സംരക്ഷിക്കില്ല. ഞാൻ നീതിമാനല്ല. ഞാൻ ദൈവത്തെ മറന്നാണ് ജീവിച്ചത്. അതിനുള്ള ശിക്ഷയാണിത്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. സങ്കീർത്തനം പറയുന്നു, അവിടുന്ന് ഭൂമിയെ അതിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചു. വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ടതിനെ ആവരണം ചെയ്തു. വെള്ളം പർവ്വതങ്ങൾക്ക് മേലെ നിന്നു. പ്രവചിച്ചല്ലേ? നിന്റെ നാമത്തിൽ സാത്താന്മാരെ പുറത്താക്കിയില്ലേ? നിന്റെ നാമത്തിൽ രോഗികൾക്ക് സൗഖ്യം കൊടുത്തില്ലേ? ദൈവമായ കർത്താവേ, ഭൂകമ്പത്തിൽ ഞങ്ങൾ ഇപ്പോൾ ചിതറിപ്പോകും. എന്നിട്ടും നീ എന്താണ് ഞങ്ങളെ വീണ്ടെടുക്കാത്തത്? വീണ്ടെടുക്കില്ല. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഞാൻ വായിച്ചത് ഓർക്കുന്നു. വ്യാജ പ്രവാചകന്മാരെ, കപട വിശ്വാസികളെ, എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഞാൻ നിങ്ങളെ അറിയില്ല. ഓഖി, താനെ, കത്രീന, ഫാനി, ലോകത്തെ ചുഴറ്റിയടിക്കുന്ന കൊടുങ്കാറ്റുകൾ. നിപ്പ, കൊറോണ, എബോള, മരണം മാരക രോഗങ്ങളായി എങ്ങും പടർന്നു പിടിക്കുന്നു. വർഷം വേനലാകും, വേനൽ വർഷമാകും. ഇത് ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ അടയാളങ്ങളാണ്. മാർക്കോസിന്റെ സുവിശേഷം പറയുന്നു, ആ നാളും നാഴികയും പിതാവിനല്ലാതെ ആർക്കും അറിയില്ല. ആകയാൽ ഉണർന്നിരിപ്പിൻ. അതാ ക്രിസ്തു സ്വർഗീയ ദൂതന്മാരുടെ അകമ്പടിയോടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളുന്നു. ഇതവന്റെ രണ്ടാം വരവാണ്. ന്യായവിധിക്കുള്ള സമയമായി. എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരുന്നു. ആയതിനാൽ വിശ്വാസത്തിൽ ജീവിക്കുക, രണ്ടാം വരവിനായി പ്രത്യാശയോടെ കാത്തിരിക്കുക. നമുക്കും വിശ്വാസത്തിൽ ജീവിക്കാം, ക്രിസ്തുവിന്റെ അനുയായികളായി മാറാം.